ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. സകല ഭൂവാസികളുമായവരെ യഹോവയ്ക്ക് ആർപ്പിടും. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിയും. അവിടുന്ന് നമ്മെ ഉണ്ടാകും. നാം ദൈവത്തിനുള്ളവർ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവ്, ഞങ്ങളുടെ ജീവന്റെ പരിപാലകനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയോർത്ത് പ്രധാനത്തിന് ഞങ്ങൾ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ തിരുസഭയിൽ കഴിക്കുന്ന ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തെ കാലം ഞങ്ങൾ അവിടെ കാത്തു പരിപാലിച്ചവർക്ക് സ്തോത്രം. ദൈവമേ, ലോകത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വ്യത്യസ്തമായ നിലകളിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിച്ചിരിക്കുന്നല്ലോ. ചില നാളുകൾക്ക് ശേഷം പൊതു ആരാധനയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് നൽകിയ അവസരത്തിനായി സ്തോത്രം. എല്ലാ രോഗവ്യാപന ശക്തികളിൽ നിന്നും അവിടുന്ന് വിടുവിച്ച് കർത്താവിനെ ഒരുമിച്ച് ദൈവത്തെ മുൻനിർത്തുവാനും സാധാരണ ജീവിതം നയിക്കുവാനും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആയിരിക്കുന്ന എല്ലാവരുടെ പേരും ദൈവത്തിന് കൃപ പകരണമേ. ഈ ആരാധന വിവിധ നിലകളിൽ ഭാഗമാകുന്ന എല്ലാ പ്രിയമക്കളുടെ പേരും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകർന്ന് അവിടുന്ന് ശക്തീകരിക്കണം. ആദ്യയോടെ നമുക്ക് സാന്നിധ്യം പകരണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നാം ഇപ്പോൾ തന്നെ ദൈവനാമ സ്തുതിക്കും മഹത്വമായി ക്രിസ്ത്യാരാധനകളുടെ പാഠപുസ്തകത്തിൻ്റെ 42-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. ഗീതം 42.
ആരാധിക്കാം. ആരാധനക്രമം: നാലാമത്തെ പുറം, സ്തുതിയുടെ വചനങ്ങൾ, രണ്ടാമത്തെ ഭാഗം. പ്രതിവാക്യമായി ചൊല്ലി നമുക്ക് ദൈവത്തെ ആരാധിച്ച മഹത്വപ്പെടുത്താം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടുന്നു? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കുന്നു. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ധാരാളം ക്ഷമിക്കും. ഇസ്രായേലിലെ നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല കൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുന്നു. നമുക്ക് ഇപ്പോൾ മുട്ടുകുത്തി നമ്മെ തന്നെ വിനയപ്പെടുത്തി നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് ഉപേക്ഷിക്കാം. പാപക്ഷമയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവിനോട് നമ്മുടെ എല്ലാ കുറവുകളെയും ഏറ്റു പറയാം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ള നമ്മുടെ പാപങ്ങളെ അറിഞ്ഞും അറിയാതെയും വാക്കിനും പ്രവൃത്തിയിലും വിചാരത്തിലും വന്നുപോയ എല്ലാ തെറ്റുകളെയും ചില നിമിഷങ്ങൾ മൗനമായി നമ്മൾ തന്റെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായി വിശുദ്ധീകരണത്തിനായി ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. ആരാധനക്രമം 12-ാം കൂടത്തിൽ കാണുന്ന പ്രാർത്ഥനകൾ നമുക്ക് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായവേ, അടിയാരുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായി ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകളും ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശങ്കകൾ ഓർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിൽ ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ ശ്രമിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയപ്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങയെ സമീപിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു, എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്.
അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവനം വെക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പാപക്ഷമിക്കും നന്ദി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 17-ാം വർഷത്തിൽ കാണുന്ന സ്തോത്ര പ്രാർത്ഥനകളിൽ നമുക്ക് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന സഭയായി നമുക്ക് ദൈവത്തിന് നന്ദി അറിയിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടി, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടി, അവിടുത്തെ കൃപയായി ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴിപ്പെടുത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടി സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കല സംസ്കാരം എന്നിവയ്ക്കായും സാമൂഹ്യ നീതി മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ സാമൂഹ്യ പ്രവർത്തകർ നിയമനിർമ്മാതാക്കൾ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർക്കായും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. അങ്ങ് ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്ത്യാരാധനയുള്ള പാഠപുസ്തകത്തിലെ 184-ാമത്തെ വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ പാപത്തെ വിട്ട് ഓടിടുവിൻ. 184. സ്തോത്രകാഴ്ച സമർപ്പിക്കുന്നവരും കാണിക്കുകയുള്ള അതാത് സമയങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടേബിളിൽ കാണിക്കത്തക്കത്തിൽ വയ്ക്കാവുന്നതാണ്. പരമാവധി എല്ലാവർക്കും മുന്നോട്ടിരിക്കാം. പയറിലാണെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ അവസരമുണ്ട്. ഇവിടെ സീറ്റ് ക്രമീകരിച്ചു. Oh
22-ാമത്തെ പദം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന വെട്ടാളമോ അത്രേ. എനിക്ക് പ്രവചനങ്ങളുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനം ലഭിച്ചാലും മലകളിൽ നിൽക്കുവാൻ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ എനിക്കില്ല. എനിക്കുള്ളത് ഞാൻ അനുദാനം ചെയ്താലും എന്റെ ശരീരം ചുരുവാൻ ലഭിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു നോക്കില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. നമ്മുടെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ നമുക്ക് സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ ജനിച്ചു, പന്തിയോസ് പിലാത്തോസിൽ കെട്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് അവിടെ നിന്നുള്ളവരെയും മരിച്ചവരെയും നിയമിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധമായ സംഘത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങളുടെ വായിച്ചു വായന നൽകിയിരുന്ന പഴയ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 12 വരെ. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 5 മുതൽ 12 വരെ. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേകഹൃദയന്മാരാകുവിൻ. കേൾപ്പിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിനായിരിക്കും. എൻ്റെ വായിൽ സത്യം സംസാരിക്കും. ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വിടവുമായത് ഒന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാന് തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരും ആകുന്നു. വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനവും മേത്രമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകില്ല. ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും മഹത്വവും ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 29 മുതൽ 35 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 29 മുതൽ 35 വരെ. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തീരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാനാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവത്, അർക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം തപ്പിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ടൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊന്നിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരേണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 119-ാം സങ്കീർത്തനം 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 119, 97 മുതൽ 104 വരെയുള്ള വാക്യം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം,
ഇടപെടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകും, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34 മുതൽ 44 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. യേശു പടകിൽ നിന്ന് ഇറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആളുകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശം അല്ലോ, നേരവും നന്നേ വൈകി, ഭക്ഷിപ്പാൻ ഇല്ലാകിയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട്, ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ യേശു അവരോട്, എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുവിൻ എന്ന് കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. യേശു ആ 5 അപ്പവും 2 മീനും എടുത്തു, സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ച് കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് നമുക്ക് അറിയിക്കാം. ബലഹീനതയിലും ഭാരത്തിലും പ്രയാസത്തിലും ആവശ്യങ്ങളെ ലഭിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് ദൈവസ്ഥലത്തിൽ സമർപ്പിക്കാം. കർത്താവിനുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവരെ പ്രാപിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയിന്ന്, പാപവും രോഗവും അകറ്റിടുവാൻ രുധിരത്തിൻ അത്ഭുത ശക്തിയിന്ന്, അറിയുവാൻ ഇവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ, അറിയുവാൻ ഇവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും മാറാത്തനുമായി ഞങ്ങൾ ദിനത്തോളം നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ആരാധനയെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് പൊതു ആരാധനയായി അവിടുത്തെ സ്ഥലത്തിൽ കൂടുവാൻ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവനായി ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നുള്ള വിടുതൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 എന്ന ഈ മഹാമാരി, കൊറോണ വൈറസ് മുഖാന്തരമുള്ള ഈ പ്രയാസങ്ങൾ എല്ലാം മാറ്റപ്പെട്ട് എല്ലാവരും സൗഖ്യം പ്രാപിക്കുവാൻ, എല്ലാവരും സാധാരണ ജീവിതം നയിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം കാരണമായ ഞങ്ങളുടെ കുറവുകളും വീഴ്ചകളും പാപങ്ങളും എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. രോഗികൾക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ, സൗഖ്യദായക പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇതിനായിട്ടുള്ള വാക്സിൻ പ്രതിവിധി എത്രയും വേഗം കർത്താവെ എല്ലാവരിലും എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ പകരണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിനെ, നഴ്സുമാരെ, ആരോഗ്യ പ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഫലവത്താക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ബലഹീനത്തിലായിരിക്കുന്നവരവിടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പകരണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജില്ലയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗവ്യാപന ശക്തികളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സംരക്ഷണവും ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ ദേശത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ ജീവിതങ്ങളിലും, എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഈ ദൈവാലയത്തെ അവിടുന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയോർക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഇടവകയുടെ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റികളെ, സംഘടനകളെ, പ്രവർത്തനങ്ങളെ നാളുകളിൽ വളരെ പ്രത്യേകമായ സാഹചര്യത്തിലായിരിക്കുമ്പോൾ തന്നെയും എല്ലാ അംഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അവിടുന്ന് അധികം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും അതിനായിട്ട് ശക്തീകരിക്കുകയും അതിനുള്ള അനുകൂല സാഹചര്യത്തെ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. വിജയമായ മാതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജലോയിസ് എന്ന സഹോദരനെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സുന്ദരരാജ് സാറിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏബൻ, ജോബൻ എന്ന പ്രിയ മക്കളെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകി വരുന്ന സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. അവിടെ ബലഹീനതകളെ അവിടെ മാറ്റണമേ. ദൈവത്തിൽ നിന്നുള്ള അത്ഭുതകരമായ സൗഖ്യവും വിടുതലും പ്രാപിച്ച് ആരോഗ്യത്തോടും ദീർഘായുസ്സോടുമായി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ഭാരത്തോടും പ്രയാസങ്ങളുമായിരിക്കുന്നവരെ അവിടുത്തെ പരിശുദ്ധാത്മകരം തൊട്ട് സൗഖ്യമാക്കണമേ. കുടുംബങ്ങളെ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ബലപ്പെടുത്തണം. പലപ്പോഴും ഇന്നത്തെ പരിമിതമായ നിയന്ത്രണങ്ങൾ കാരണം ദൈവാലയത്തിൽ വരുവാൻ സാധിക്കാതെ അതിന്റെ ഭാരത്തിലും പ്രയാസങ്ങളുമായിരിക്കുന്ന ജീവിതങ്ങളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. ദൈവികമായ സാന്നിധ്യവും പ്രത്യാശയും നൽകി അവിടുന്ന് വഴിതെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നൽകുന്ന ആയുസ് നാളെല്ലാം ആരോഗ്യത്തോടും ദീർഘായുസ്സോടുമായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ മുഖാന്തരം സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുന്നവർ, കടഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഉപജീവന മാർഗങ്ങൾ തന്നെ മാറിപ്പോയതും നിലച്ചതുമായ സാഹചര്യങ്ങൾ, അതിനെല്ലാം ഒരു മാറ്റം വരുത്തി കർത്താവെ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ പ്രിയ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവഴികളെ അവിടെ നിന്ന് തുറന്നു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഉപജീവന മാർഗങ്ങൾ, മൃഗസമ്പത്ത്, പ്രവചാനങ്ങൾ, കാർഷികവിളകൾ അനുഗ്രഹിക്കണമേ. ഔദ്യോഗിക ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലൂടെയും നന്മയും സമൃദ്ധിയും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അധികം ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിലായിരിക്കുന്ന ഭവനങ്ങളെ, എൻ്റെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക ജീവിതങ്ങളെ ഓർക്കുന്നു. ദൂരസ്ഥലങ്ങളിലും വിദേശങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലും സംരക്ഷണത്തിനുമായിരിക്കാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലായിരിക്കുന്ന യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അഡ്മിഷനുകൾക്കായിട്ട് ഒരുങ്ങുന്ന പ്രിയ മക്കൾക്ക് ഉചിതമായ അഡ്മിഷനുകൾ ലഭിക്കുവാൻ, അതവരുടെ തുടർ പഠനത്തിനും ഭാവിക്കും ഏറ്റവും അനുഗ്രഹമാകുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്.
കുടുംബജീവിതങ്ങൾക്കായിട്ട് ആഗ്രഹിച്ചു കഴിയുന്നവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിച്ചു കഴിയുന്ന ദമ്പതിമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തലമുറകളുടെ നന്മകളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്നവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ദൈവത്തിന് നന്ദി കരയറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവ് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ എല്ലാ കുടുംബങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് ആലയത്തിൽ വരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുള്ളൂ. ഇന്നത്തെ ആരാധനയിൽ അവിടുന്നുള്ള ഭാഗവും തിരുസാന്നിധ്യവും അവിടുത്തെ ശബ്ദവും ശ്രമിച്ച് അനുഗ്രഹീതരാകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ശബ്ദം കേട്ടുകൊണ്ട് വിവിധ നിലകളിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ദേശത്തെ അവിടുത്തെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെയും മഹായുടെയും സഭകളെയും വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹായുടെ നേതൃത്വത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മിഷണറെ ഓർക്കുന്നത് എല്ലാ മിഷണന്മാരെയും മിഷൻ ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മകൃപ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിട്ട് കടന്നു പോകാൻ അവിടുന്ന് സഹായിക്കണമേ. സകല യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ നിങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുവാനാകട്ടെ. ചില ആഴ്ചകൾക്ക് ശേഷം പൊതു ആരാധനയായി നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചിരിക്കുന്ന പ്രയോഗം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അറിയിപ്പുകളായിട്ട് നൽകാനുള്ളത് നമ്മുടെ മഹായവ ഭരണഘടന നിർദ്ദേശവും അനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് കരട് വോട്ടർപട്ടിക ഇന്ന് 5 മണിക്ക് മുമ്പാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിന് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ആഡിങ്സോ ഉണ്ടെങ്കിൽ വരുന്ന ഒരാഴ്ചയുടെ കാലം അത് പരിഹരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ അർദ്ധവാർഷിക ലേലം നേരത്തെ തീരുമാനിച്ചതിന് പ്രകാരം കഴിഞ്ഞ ആഴ്ച നേരിട്ട് നമ്മൾ നൽകി. പക്ഷെ നമുക്ക് പൊതുവാരാധനയായിട്ട് കൂടാനായിട്ട് സാധിച്ചില്ല. അർദ്ധവാർഷിക ലേലത്തിൽ ഇതുവരെ സഹകരിക്കാൻ സാധിക്കാത്തവർക്ക് ഇനിയും അതിനുള്ള അവസരമുണ്ട്. ഇന്നോ അടുത്ത ആഴ്ചയിലോ ആയി ആ രീതിയിൽ അർദ്ധവാർഷിക ലേലത്തിൽ നിങ്ങളുടെ പരമാവധി സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം, അതായത് നമ്മൾ രണ്ടാരാധനയാണെങ്കിൽ രണ്ടാമത്തെ ആരാധനയ്ക്ക് ശേഷം 10:30 സഭാ വികസന കമ്മിറ്റി, ഭാഗ്യധാര കമ്മിറ്റി, ചർച്ച കമ്മിറ്റി ഇവ ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച എല്ലാ കമ്മിറ്റികളും അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇതൊരു അടിയന്തര കമ്മിറ്റിയായി കണക്കാക്കുന്നതാണ്. അത് എല്ലാവരും ഓർക്കുകയും അടുത്ത ഞായറാഴ്ച അതിൽ സംബന്ധിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുന്നു. ഈ ആഴ്ച വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ 9-ാം തീയതി വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ശ്രീ കൃഷ്ണൻ ആൻഡ് ലില്ലി കെ നിവാസ്. 11-ാം തീയതി വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ അജയദാസ് എംചാൻ വിജി ലില്ലി ബിജി ഭവൻ, ശ്രീ ഷിബു എസ് കെ ആൻഡ് ദിവ്യ ക്രൈസ്റ്റ് ഭവൻ, ശ്രീ സതീഷ് കുമാർ ആൻഡ് ഷാരോൺ എസ് ബാബു ഉള്ളി. ഇവരുടെ കുടുംബജീവിതത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഈ ആഴ്ചയിൽ ജന്മനാളം ആഘോഷിക്കുന്നവർ 6-ാം തീയതി ഇന്നത്തെ ദിവസം അലൻ എസ് സൈജു പ്ലസ് ജില്ല, ശിവപ്രസാദ് കരിമ്പിലാമ. 7-ാം തീയതി അനിഷ സോണി ചർച്ചറോസ്. 9-ാം തീയതി സുഭാഷിണി കരിമ്പിലാമ. 12-ാം തീയതി കൃഷ്ണൻ ചാനൽക്കര, ഷിബിൻ എസ് ബി ആലുള്ളാമ്പുണ്ട്. ഇവരുടെ പുതിയ വയസ്സ് ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ. എല്ലാ ജന്മനാമാശംസകളും അറിയിക്കും. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കും. ഇപ്പോൾ 453-ാമത്തെ ഗാനം. ഇതുവരെ എന്നെ കരുതിയ നാഥ ഇനി എനിക്ക് പ്രവർത്തനം മതി. ഈ പാട്ട് പാടുമ്പോൾ ഇനിയും സ്വന്തം കാഴ്ചകൾ സമർപ്പിക്കാനുള്ളവർക്ക് വേഗത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറവും ദാതാവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ വരുകയായി വരാതെ അവിടുത്തെ സന്നിധിയിൽ സ്തോത്രത്തോടും നന്ദിയോടും കൂടെ വരുവാൻ ഈ വിശുദ്ധ ദിവസവും ഞങ്ങളെ അവിടുന്ന് സഹായിച്ചിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സമർപ്പണങ്ങളെയും അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അർപ്പിച്ചിരിക്കുന്ന എല്ലാ സ്തോത്ര കാഴ്ചകളെയും അവിടുന്ന് സ്വീകരിക്കണം. അധികം നന്മകളാലും അനുഗ്രഹങ്ങളാലും എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കാണിക്കൽ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ശ്രീ വിജയകുമാർ കെ ആൻഡ് മിനി വി എം നിവാസ് പണ്ഡിതത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിമൽ വി എം, നീതു വി എം നിവാസ് പണ്ഡിതത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ മണിയൻ ശാന്ത പെരുമ്പിലാവയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ മനു ആൻഡ് മനോജ് കെ എൽ നിവാസിനെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന സ്ഥാപനത്തെ ഞങ്ങൾ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബാബുരാജൻ ജി, ശോഭന സി, ഷബ്ന രാജ്, ബിപിൻ രാജ് പി എസ് നിവാസ് എന്ന കുടുംബത്തെ ദൈവങ്ങളിൽ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നന്മകളും അവിടുന്ന് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. മേഴ്സി രാജൻ എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിവിധമായ സമർപ്പണങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപയും നന്മയും പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സൗഖ്യത്തോടും ആരോഗ്യത്തോടും ദീർഘായുസ്സോടുമായിരിക്കാനും കൂടുതൽ സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. സഭയുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയ മക്കളെ ഓർക്കുന്നു. ശ്രീ ദാസൻ, പ്രമീളകുമാരി, അരുൺ ഡി പി വഴിമുക്കിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അനുഭവിക്കാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണം. സുജിത്, ദീപ്തി ആൻഡ് വയർമൂടിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കൊച്ചു കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവികമായ സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ച് ദൈവത്തെ ബോധപ്പെടുത്തുവാൻ അവിടുന്ന് തുടർന്നും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രമ്യ, സജീവ് പാറക്കുഴിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഭാരത്തിൽ നിന്ന് അവിടുന്ന് വിടുവിക്കുകയും ദൈവികമായ സൗഖ്യത്താൽ അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ. രോഗബന്ധനങ്ങളെ മാറ്റി സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ അവിടുന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ജീന യുഎസ് ജിനു ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകരണമേ. ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസവരി സ്തോത്ര കാണികകളും ദേവാലയ സമർപ്പണങ്ങളും അർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവരുടെ കാഴ്ചകളെയും സമർപ്പണങ്ങളെയും അവിടുന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ കാണിക്കാൻ അർപ്പിച്ചിരിക്കുന്ന അലീന ഡി എസ് ക്രൈസ്റ്റ് ഭവൻ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പ്രവേശിച്ചിരിക്കുന്ന പുതിയ വയസ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് മുന്നേറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഭാഷയെ കാണിക്കാൻ അർപ്പിച്ചിരിക്കുന്ന ശ്രീ സജികുമാർ എസ് ആൻഡ് രശ്മി ബി എസ് അൻസ ഭവനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ മധു കെ ആൻഡ് സ്റ്റെല്ല എസ് കെ MS ഭവനെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ അവിടെ നൽകിയ പുതിയ വർഷത്തിനായിട്ട് സ്തോത്രം. ദീർഘവർഷങ്ങൾ ഒരുമിച്ച് വസിച്ച് കുടുംബജീവിതത്തിൽ നന്മകളും തലമുറകളുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദശാംശം കാണിക്കാൻ അർപ്പിച്ചിരിക്കുന്ന ശ്രീ അജയദാസ് വിജി ഭവൻ, അബി എം രാജ്ഭവൻ എന്നീ പ്രിയമക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ. നന്മയോടും അനുഗ്രഹത്തോടും സമൃദ്ധിയോടും അവിടുന്ന് പരിപാലിക്കുകയും പുതിയ പുതിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും അവിടെ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലേലത്തിനായി പ്രത്യേക സാധനങ്ങൾ കൊണ്ടുവന്ന എല്ലാവരുടെയും സമർപ്പണങ്ങളെയും കാണിക്കകളെയും കാഴ്ചകളെയും അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ കൃപയിലും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. വചനസത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തോട് ദൈവത്തിന് വീണ്ടും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ചൊല്ലി ആശങ്കപ്പെടേണ്ട. ഇപ്പോൾ നമ്മൾ എല്ലാവരും ആലയത്തിനുള്ളിൽ സുരക്ഷിതമാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമായിട്ട് മടങ്ങി പോകാനായിട്ട് സാധിക്കും.
നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. സമയത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് വിദ്യാഭ്യാസ ഞായറായിട്ട് ആചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് പോലെ കഴിഞ്ഞ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുകയും ഓർമ്മിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്നുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സാമൂഹ്യ ക്രമമാണ്. ഗുരുശിഷ്യ ബന്ധം എന്നുള്ളത് ഭാരതത്തിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല സമ്പ്രദായമായിരുന്നു എന്ന് നമുക്കറിയാം. ഗുരു എന്നുള്ളതിന് അർത്ഥം ഇരുൾ അകറ്റുന്നവൻ എന്നാണ്, ഇരുളിനെ അകറ്റുന്നവൻ. മലംദിൻ എന്ന ഒരു വാക്കാണ് ഹീബ്രു വാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ ഗുരു എന്നും ആചാര്യൻ എന്നും അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിൽ ബൈബിളിൽ നമുക്ക് ഉപയോഗിച്ച് കാണുന്നതായി മനസ്സിലാക്കാം. സെപ്റ്റംബർ മാസം 5-ാം തീയതി അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നതിനുള്ള കാരണം ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തെ ഓർത്തുകൊണ്ടാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അധ്യാപകർ എന്നുള്ളത് അറിവിൻ്റെ വിളക്കാണ് എന്നുള്ളതിന് സംശയമില്ല. പലവിധമായ പുതിയ അറിവുകൾ അധ്യാപകരിലൂടെ നമുക്ക് നൽകാം. അത് നമ്മളൊരു സ്കൂളിലെ അധ്യാപകർ എന്നുള്ള നിലയിൽ മാത്രമല്ല, നമുക്ക് പുതിയ അറിവ് നൽകുന്ന എല്ലാവരും അധ്യാപകരാണ്. നമുക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്ന, നമുക്ക് പ്രയോജനപ്രദമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുന്ന എല്ലാവരും അധ്യാപകരാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ഒരു അംഗീകാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ്. വിദ്യാഭ്യാസം നടത്തുമ്പോഴാണ് അധ്യാപകരും ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഒക്കെ ഉള്ളത്. ഈ വിദ്യാഭ്യാസം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എജ്യൂസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ടു ബ്രിങ് ഔട്ട് അല്ലെങ്കിൽ ഡ്രോ ഔട്ട്, പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിലുള്ളതിനെ, അവരുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരുന്ന, അതിനെ പ്രകടിപ്പിക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും അവരെ സഹായിക്കുന്നവരാണ് അധ്യാപകർ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രധാനം എന്നുള്ള ചൊല്ല് നമുക്കെല്ലാവർക്കും പരിചയമാണ്. വിദ്യാധനമാണ് സർവധനാൽ പ്രധാനം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതാശകലമാണ് വിത്തം എന്തിന് മധ്യന് വിദ്യ കൈവശമാവുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യിൽ വേറിട്ട് കരുതണം. അതായത് അറിവുണ്ടെങ്കിൽ, വിദ്യ ഉണ്ടെങ്കിൽ ധനമായിട്ട് വേറൊന്നും വേണ്ട. വിദ്യ തന്നെയാണ്, അറിവ് തന്നെയാണ് ധനം എന്ന് പ്രത്യേകമായി നമുക്ക് വെണ്ണയിൽ നിന്ന് നെയ്യ് എടുക്കുന്നത് പോലെ അറിവിലൂടെ, വിദ്യയിലൂടെ ധനം നേടുവാൻ, സമ്പാദിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. വിജ്ഞാനത്തിൻ്റെ ഒരു വിസ്ഫോടന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത്. വിജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ ഇന്ന് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്കറിയാം, രാജ്യത്തിലുടനീളം വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ക്ലാസ്സുകളുടെ ക്രമങ്ങളെല്ലാം പരിഷ്കരിക്കുകയാണ്. സ്കൂൾ ക്ലാസ്സുകൾ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഇനി 18 വർഷം നീളുന്ന പഠന മേഖലയാക്കുന്നു. ഡിഗ്രിയുടെ കാലാവധി വർഷങ്ങൾ ദൈർഘ്യം കൂട്ടുന്നു. മറ്റ് പുതിയ വിദ്യാഭ്യാസ മേഖലകൾ ഉണ്ടാകുന്നു. മൈക്രോ ബയോളജി തുടങ്ങിയ പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ട് അത് പിന്നെ നാനോയിലോട്ട് മാറി. ഇങ്ങനെ ഏറ്റവും മൈന്യൂട്ടായിട്ട്, ഏറ്റവും വിശദമായി, ഏറ്റവും ആഴത്തിൽ പഠിക്കുന്ന ധാരാളം കോഴ്സുകൾ. ഇപ്പോൾ പിള്ളേരെ പുതിയ അന്വേഷണത്തിലോട്ട് പോകുമ്പോൾ അറിയാം, നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കോഴ്സുകൾ പഠിക്കാനായിട്ടുണ്ട്. അതായത് വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം വിവിധ മേഖലകൾ, ഏത് മേഖലയാണോ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കുക. അതിൽ ഏറ്റവും മെച്ചമായിട്ട് വരുന്നവന് രക്ഷ, ഏറ്റവും മെച്ചമായിട്ട് വരുന്നവനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷവും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത് വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പിള്ളേർ ജോലിക്ക് വേണ്ടി PSC അപേക്ഷിക്കുമ്പോൾ, ടെസ്റ്റുകൾ എഴുതുമ്പോൾ, ഇപ്പോൾ ലിസ്റ്റുകളെല്ലാം ഒരു വർഷത്തേക്കാണ്. നമുക്കറിയാം, ഒരു വർഷത്തേക്കാണ്. കഴിഞ്ഞ 7 വർഷമായി അങ്ങനെയാണ്. ഒരു വർഷമാകുമ്പോൾ അത്, കാരണം അതിനകത്തുള്ളവർ ഏറ്റവും മെച്ചമായവർ ജോലിയിൽ കയറും. അപ്പോൾ ഏറ്റവും അല്ലാത്തവർക്ക് പിന്നെ അവര് പിന്നോട്ട് പോകുന്നു അല്ല എന്നുള്ളത് ഒരു ഡീമറിറ്റാണെങ്കിൽ തന്നെ അത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ആണ്. നമ്മുടെ മഹാനഗരയെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളവും ലോകത്തിന് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ സംഭാവനകൾ എന്നുള്ളത് അതിരറ്റതാണ്. ഇപ്പൊ ഭാരതത്തിൽ തന്നെ നിലനിന്നിരുന്നത് ഉന്നത കുലജാതകർ എന്ന് കൽപ്പിച്ചു വച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രം
വേദം പഠിക്കാനും വിദ്യാഭ്യാസം പഠിക്കാനും ഒക്കെ അവസരമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം മതകൃതരാണ്. അവർ കൃഷി ചെയ്യാനും അവർ കന്നുകാലികൾ വളർത്താനും അവർ വേദം കേൾക്കാൻ പാടില്ല, അവരുടെ ചെവിയിൽ ഈയം ഊരി ഒഴിക്കുക, അങ്ങനെ വളരെ മോശമായ അനാചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തീയ മിഷനറിമാർ ഈ ലോകത്തിലേക്ക്, ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നത്. അവർ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങി. പള്ളിയോട് ചേർന്നുള്ള കൂടങ്ങളാണ് പള്ളിക്കൂടങ്ങൾ. അതുകൊണ്ടാണ് ആദ്യം പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞു വന്നത്. അങ്ങനെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമായി, എല്ലാവരും മാനസികമായും ബൗദ്ധികമായും ഒക്കെ വളർന്നു, ആത്മീയമായി വളർന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. വിദ്യാഭ്യാസം മാത്രമല്ല, ആതുര ശുശ്രൂഷ രംഗത്ത് വളർച്ചയുണ്ടായി. ഈ വളർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മഹായിടവയിൽ നമുക്കറിയാം 1965 കാട്ടാക്കടയിൽ നമുക്കൊരു കോളേജ് ലഭിച്ചത്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷം നമുക്ക് വേറെ സ്ഥാപനങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നീട് 2002 നമുക്ക് മെഡിക്കൽ കോളേജായി. അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധ പാരാമെഡിക്കൽ കോഴ്സുകളും മറ്റ് കോഴ്സുകളുമായി മെഡിക്കൽ കോളേജിൻ്റെ PG ആയി, പിന്നെ എഞ്ചിനീയറിംഗ് കോളേജായി, ലോ കോളേജായി, +2 B.Ed M.Ed കോളേജുകളായി, മുളകരയിൽ വീണ്ടും ഒരു എയ്ഡഡ് കോളേജായി. ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിച്ചു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, വാർത്തകൾ. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളും വലിയ കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാധ്യതകളും വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിനാകമാനം മാറ്റമുണ്ടായി എന്നുള്ളതൊരു സത്യമായ കാര്യം. മാറ്റമുണ്ടായി, വളർച്ചയുണ്ടായി, ഒരുപാട് സാധ്യതകൾ, ജോലി സാധ്യതകൾ ലഭിച്ചു, വിദ്യാഭ്യാസ സാധ്യതകൾ ലഭിച്ചു, വളരാനുള്ള അവസരമുണ്ടായി, പലതും തിരിച്ചറിയാൻ, പലതും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ വന്നു. അത് നമുക്ക് മാത്രമല്ല, ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും സ്ഥാപനങ്ങളിലൂടെ സാധ്യമായി. അത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും അധ്യാപനവും എന്നുള്ളത് ഒരു ആത്മീയ ശുശ്രൂഷയാണ്, ഒരു ക്രിസ്തീയ ശുശ്രൂഷയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളത് പ്രധാനമാണ്. ഒഴിഞ്ഞ പാത്രവുമായി വരുന്ന വിദ്യാർത്ഥിക്ക് അറിവ് നിറയ്ക്കുക എന്ന വ്യവസ്ഥയൊക്കെ മാറിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ അധ്യാപകർ എന്ത് പഠിപ്പിച്ചു എന്നുള്ള ചിന്ത മാറിയിട്ട് കുട്ടികൾ എന്ത് പഠിച്ചു, ഇതാണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതി. അധ്യാപകരല്ല, കുട്ടികൾ എന്ത് പഠിച്ചു. അപ്പൊ കുട്ടികളിലുള്ള കഴിവുകളെ പുറത്തെടുക്കുന്ന വിധത്തിൽ വിവിധ ആക്ടിവിറ്റീസ്. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മുമ്പത്തെക്കാൾ രക്ഷകർത്താക്കളിലൂടെ എല്ലാം മനസ്സിലാക്കിയാണ് പിള്ളേർ എന്ത് പഠിക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് രക്ഷകർത്താക്കളോട് കുറച്ചുകൂടെ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികളെ ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള രീതികളാണുള്ളത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ശ്രേഷ്ഠ ഗുരുവായ ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ക്രിസ്തുവിലൂടെയും ഒക്കെ നമുക്ക് ലഭിച്ച പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഒക്കെ എല്ലാവരുടെയും ധാർമ്മിക ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും ഈ ലോകത്തിലുള്ള ഭൗതിക ജീവിതത്തിനും ആവശ്യമായ പഠിപ്പിക്കലുകളാണ് വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലൂടെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് വിദ്യാഭ്യാസം. തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് വിദ്യാഭ്യാസം. അധ്യാപനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് അധ്യാപനം. അറിവ് എന്നുള്ളത് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് അറിവ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാകുക, അതിനെ മനസ്സിലാക്കുക. അതേസമയം തിരിച്ചറിവ് എന്നുള്ളത് ഒന്നിനെക്കുറിച്ചുള്ള ശരിയും തെറ്റും നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കഴിവാണ് തിരിച്ചറിവ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള നന്മയും തിന്മയും ശരിയും തെറ്റും അത് വിവേചിച്ചറിയുന്ന ഒരു വിവേക ബുദ്ധി ഉണ്ടാകണം, വിവേചിച്ചറിയണം. അതിനാണ് തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചറിവ്, വകതിരിവ്, വിവേകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനം പഠിപ്പിക്കുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമെന്നാണ്. സാഹചര്യവും പശ്ചാത്തലവും സമൂഹവും ഒന്നും തിരിച്ചറിഞ്ഞിടാതെ പ്രവർത്തിക്കുന്നവരാരെയാണ്? അവരെ മൃഗങ്ങൾക്ക് തുല്യം പ്രവർത്തിക്കുമ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ മൃഗങ്ങളുടെ പേര് പറഞ്ഞൊക്കെ വിളിക്കുന്നത്, അങ്ങനെ കളിയാക്കുന്നത്. രണ്ടാം മൃഗം ഒക്കെ വിളിക്കുന്നതാണ്. തിരിച്ചറിവില്ലാതെ പോകുന്നു, ബുദ്ധിയോട് പ്രവർത്തിക്കുന്നില്ല, ആ ഒരു വിവേക ശക്തി ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വചനത്തെ പഠിപ്പിക്കുന്നത് തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് അധ്യാപനം. ഇന്നത്തെ പഴയ നിയമ ഭാഗമായ സദൃശവാക്യം 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ
പ്രത്യേകിച്ച് അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത് അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ, മൂഢന്മാരെ വിവേക ഹൃദയമുള്ളവരാകുന്നു. അപ്പൊ അല്പബുദ്ധിയെ നമുക്ക് അല്പമായുള്ളതിനെ സൂക്ഷ്മബുദ്ധിയിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ മൈക്രോയിലേക്ക്, നാനോ എന്ന മൈന്യൂട്ടായ അവസ്ഥയിലേക്ക്, സൂക്ഷ്മബുദ്ധിയിലേക്ക്, മൂഢന്മാരെ വിവേകത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം. അറിവ് തിരിച്ചറിവിലേക്ക്, അല്പബുദ്ധി സൂക്ഷ്മബുദ്ധിയിലേക്ക്, മൂഢത്വത്തിൽ നിന്ന് വിവേകത്വത്തിലേക്ക്. ഇനി സദൃശവാക്യം 4-ാം അധ്യായം 1, 5, 7 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും നമ്മൾ പഠിപ്പിക്കുന്നത് അന്തർമുഖതയും പാർശ്വവൽക്കരിക്കപ്പെട്ട അവസ്ഥയും അജ്ഞതയും ഒക്കെ മാറി അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണം. പഠനം, വേദപുസ്തക പഠനം, വിവിധ തരത്തിലുള്ള പഠനം അതിന് സഹായകരമാണ് എന്നുള്ള പ്രാധാന്യം നൽകുകയാണ്. 4-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ പഠിപ്പിക്കുന്നത് ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത് എൻ്റെ വചനങ്ങളെ വിട്ടുമാറുന്നത്. 7-ാം വാക്യം ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. സകല സമ്പാദ്യത്താലും വിവേകം, വകതിരിവ്, തിരിച്ചറിവ്. ഇന്ന് തിരിച്ചറിവിലേക്ക് നയിക്കാനാണ് എല്ലാത്തരം അധ്യാപനം. ഈ പ്രസംഗിക്കുന്നത് എന്തിനാണ്? എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തിരിച്ചറിവുണ്ടാകണം, വകതിരിവുണ്ടാകണം, വിവേകബുദ്ധി ഉണ്ടാകണം. അതിനാണ് ഈ പ്രസംഗങ്ങൾ. നമ്മൾ പഠിക്കാൻ പോകുന്നതിനാണ്, വിദ്യാഭ്യാസത്തിനാണ്, പല പ്രാക്ടിക്കൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നതിനാണ് മനുഷ്യന് തിരിച്ചറിവുണ്ടാകണം. പക്ഷേ ഇന്നത്തെ സമൂഹം പലപ്പോഴും തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ മാറുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റിലും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തവരുണ്ട്, സമൂഹത്തെ തിരിച്ചറിയാൻ പറ്റാത്തവർ, ബന്ധങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തവർ. ഇങ്ങനെ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ തിരിച്ചറിവിൻ്റെ വെളിച്ചം ക്രിസ്തുവിലൂടെ, വചനപഠനത്തിലൂടെ, ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഓരോരുത്തരും നേടേണ്ടത് അത്യാവശ്യമാണ്. തിരിച്ചറിവിലേക്ക് നയിക്കുന്നതാണ് അധ്യാപനം. 2, രൂപാന്തരം നൽകുന്നതാണ് അധ്യാപനം. രൂപാന്തരം നൽകുന്നതാണ് അധ്യാപനം. അപ്പോസ്തലപ്രവൃത്തികൾ എന്ന് വായിച്ച വേദഭാഗത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ സൂചിപ്പിക്കാം. അവിടെ എത്യോപ്യക്കാരനായ ഒരു ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ, ഈ ഷണ്ണൻ പോകുമ്പോൾ ദൈവിക ദർശനം ഫിലിപ്പോസിനുണ്ടാകുകയാണ്. ഫിലിപ്പോസിനോട് പറയുന്നത് നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറ്റും. തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ കേൾക്കുന്നത് ഈ ഷണ്ണൻ എന്ത് ചെയ്യുകയാണ്? ആ ഷണ്ണൻ യെശയ്യാ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു യഹൂദനല്ല, പക്ഷേ യഹൂദമത വിശ്വാസിയായിരിക്കാം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചന പുസ്തകം വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ ഈ ഫിലിപ്പോസ് ദൈവിക നിർദ്ദേശം അനുസരിച്ച് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഈ ഷണ്ണൻ പറയുകയാണ്, പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? 31-ാമത്തെ വാക്യം, 30, 31. പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പം വ്യാഖ്യാനിച്ചു കൊടുക്കുക, അർത്ഥം പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങളെ ശരിയാക്കി മനസ്സിലാക്കി കൊടുക്കുക. അത് ഒരു അധ്യാപനം എന്നുള്ളതിൻ്റെ പ്രധാനമാണ്. ഇവിടെ ഫിലിപ്പോസ് രഥത്തിൽ കൂടെ കയറിയിരുന്ന് യെശയ്യാ പ്രവചനത്തിലൂടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വേർതിരിച്ച്, പൊരുൾ തിരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ഈ ഷണ്ണന്റെ മനസ്സിൽ എന്തുണ്ടാവുകയാണ്? മാനസാന്തരം ഉണ്ടാവുകയാണ്, രൂപാന്തരം ഉണ്ടാവുകയാണ്. ആ മനുഷ്യൻ എന്ത് പറയുകയാണ്? ഇതാ ഇവിടെ വെള്ളമുണ്ട്, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം, എനിക്ക് വിശ്വാസിയായി ജീവിക്കണം. രൂപാന്തരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പൊ രൂപാന്തരം നൽകുന്നതാണ് അധ്യാപനം. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴും, നമ്മൾ പ്രസംഗം കേൾക്കുമ്പോഴും, ഞാൻ പ്രസംഗിക്കുമ്പോഴും എപ്പോഴും എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും രൂപാന്തരം ഉണ്ടായില്ല എങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. സക്കായിയുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് മാനസാന്തരത്തിന്റെ അനുഭവം. ജീവിതത്തിലും സ്വഭാവത്തിലും രീതിക്കും ഒക്കെ വ്യത്യാസം വരുന്ന ഒരു രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പഠനം എന്നുള്ളത്, നമ്മുടെ വേദപുസ്തക ധ്യാനം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിലെ വിവിധ തിരിച്ചറിവുകൾ എന്നുള്ളത് നമുക്ക് രൂപാന്തരം നൽകാനുള്ളതാണ്. രൂപാന്തരം നൽകുന്ന അധ്യാപനമാണ് എന്നുള്ളതിന് സംശയമില്ല. ക്രൈസ്തവ സംസ്കാരത്തിലേക്കുള്ള ഒരു രൂപാന്തരം ഈ എത്യോപ്യക്കാരനുണ്ടാകും. ക്രൈസ്തവ സംസ്കാരത്തിലേക്ക് ഒരു രൂപാന്തരം. ക്രിസ്ത്യാനിയുടെ പേര് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ പ്രതികളുടെ പേരെടുത്താൽ, കൊലപാതകം ചെയ്തവരുടെ ലിസ്റ്റ് നോക്കുമ്പോഴും, ആക്രമണം ചെയ്തവരുടെ ലിസ്റ്റ് നോക്കുമ്പോഴൊക്കെ കുറെ ക്രിസ്ത്യൻ പേരുകളാണ്, ക്രിസ്തീയ പേരാണ്. പക്ഷേ രൂപാന്തരമില്ലാത്ത അവസ്ഥ. രൂപാന്തരത്തിലൂടെയാണ്
നമുക്ക് ശരിയായ രീതിയിൽ മുന്നേറുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പഠനങ്ങളും വേദോത്സവമായും നമ്മുടെ വേദോത്സവം പഠിക്കുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും വ്യക്തിപരമായി നമ്മൾ വേദോത്സവം വായിച്ച് ധ്യാനിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ്. അവസാനമായി വിമോചനവും സംതൃപ്തിയും നൽകുന്നതാണ് അധ്യാപനം. വിമോചനവും സംതൃപ്തിയും നൽകുന്നതാണ് അധ്യാപനം. ഇന്നത്തെ സുവിശേഷ പാഠമായ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന് 34 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശ്രേഷ്ഠ ഗുരുവായ യേശു ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ് എന്നുള്ള അവസ്ഥ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അവിടെ യേശുക്രിസ്തു ജനത്തെ കണ്ട് ഇടയില്ലാത്ത ആളുകളെ കൊണ്ട് അവരെ മനസ്സറിഞ്ഞ് പലതും അവരെ ഉപദേശിച്ചു, പലതും പഠിപ്പിച്ചു. അധ്യാപകനായി മാറുകയാണ്, ഗുരുവായി മാറുകയാണ് ക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്പൊ നേരെ വൈകിയപ്പോൾ ശിഷ്യന്മാർ എന്ന് പറയുകയാണെങ്കിൽ നിർജ്ജന പ്രദേശമാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ അവസരമില്ല. പക്ഷെ അവിടെ ക്രിസ്തു നമ്മൾ 4 സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത്. 5 അപ്പോൾ 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ മാത്രം പോഷിപ്പിച്ചത്. അവിടെ അവരുടെ അവസ്ഥ തിരിച്ചറിയുന്ന ഒരു ഗുരുവിനെയാണ് കാണുന്നത്. അവസ്ഥ തിരിച്ചറിയുന്നത്. അവർ ക്ഷീണിച്ചു, അവർ ഇതുപോലെ വെറുതെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് വീഴാൻ സാധ്യതയുണ്ട്. അവരുടെ അവസ്ഥ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ തിരിച്ചറിയുന്ന ശ്രേഷ്ഠ ഗുരുവാണ് ക്രിസ്തു. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥകളെ തിരിച്ചറിയുന്ന ഒരു ക്രിസ്തുവാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ? ഇതെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അവസ്ഥകളെ തിരിച്ചറിയുന്ന ഒരു കർത്താവ് ഉണ്ട്. നമ്മുടെ അവസ്ഥകളെ ക്രിസ്തു സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട്. എന്നിട്ട് ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. നമ്മൾ 6-ാം അധ്യായം പഠിക്കുമ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. അപ്പൊ നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, നിയോഗം നൽകുകയാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും, ശിഷ്യന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ബലഹീനതയിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത് സാമ്പത്തികമായി മാത്രമല്ല, ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, ചിലപ്പോൾ ഭക്ഷണത്തിന്റെ കുറവുകളായിരിക്കും, ചിലപ്പോൾ സമാധാനത്തിന്റെ കുറവായിരിക്കും, ചിലപ്പോൾ മറ്റു വിവിധ ആവശ്യങ്ങളായിരിക്കും. ഏത് ബലഹീനതയിൽ, ഏത് കുറവിൽ ആരിയ്ക്കുന്നോ അവിടെ തൃപ്തിപ്പെടുത്തേണ്ടുന്ന അവർക്ക് നൽകേണ്ട ഉത്തരവാദിത്വം, നിയോഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നത് പ്രത്യേകത, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ക്രിസ്തുവിന്റെ അടുത്ത ചോദ്യം അതാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നമുക്കുള്ളതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ കർത്താവ് ശക്തനാണ് എന്നുള്ളതിന് സംശയമില്ല. നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നമ്മുടെ ഒരു പങ്ക് ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവിടെ നിങ്ങളുടെ പക്കൽ എന്ത് ഉണ്ട് എന്ന് ചോദിക്കുന്നത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു ബദൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഒരു ബദലാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കുള്ള ബദൽ. എന്താണ് ഈ സംഭവത്തിലുള്ള ബദൽ? 5 അപ്പവും 2 മീനും. അതാണ് ബദൽ. ഈ സംഭവത്തിലുള്ള ബദൽ എന്ന് പറയുന്നത് 5 അപ്പവും 2 മീനും. ഇരിക്കുന്ന ജനം എങ്ങനെയാണ്? ഏകദേശം 20,000-ഓളം ആളെങ്കിലും അവിടെ ഉണ്ട്. 5000 പുരുഷന്മാരുടെ കണക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. 20,000-ഓളം പേരെ നമ്മളെ കണക്ക് കൂട്ടണം. ഈ അപ്പവും മീനും കൊടുത്ത ബാലകന്റെ എണ്ണം പോലും ഇതിലില്ല. അപ്പോ ഒരു ബദൽ എന്ന് പറയുന്നത് 5 അപ്പവും 2 മീനുമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് 200 വെള്ളിക്കാശിന് വാങ്ങിയാൽ പോലും ഒന്നും ആവില്ല. നമ്മൾ സുശീലം പഠിക്കുന്നതാണ്. 200 പണത്തിന് വാങ്ങിയാൽ പോലും അവർക്ക് എന്തുള്ളൂ എന്നാണ്. 200 വെള്ളിക്കാശ് എന്നുള്ളത് ഇന്നത്തെ 2 ലക്ഷം രൂപയാണ്. ഒരു വ്യക്തിയുടെ 8 മാസത്തെ ഒരാളുടെ ശമ്പള കൂലിയാണ് ഈ 200 വെള്ളിക്കാശ് എന്നുള്ളത്. ഇന്നത്തെ വിലയിട്ട് നമ്മൾ നോക്കിയാൽ ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയാണ്. അപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് അധികം ചെലവാക്കിയാൽ പോലും ഈ ജനത്തിന് ഒന്നും ആവില്ല. അപ്പൊ എന്തുമാത്രം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത്രയും സ്ഥലത്ത് ഒരു ബദലായിട്ടുള്ളത് വെറും 5 അപ്പവും 2 മീനും. 25 രൂപയുടെ സാധനം കയ്യിലുള്ളൂ, അല്ലെങ്കിൽ 50 രൂപയുടെ സാധനം കയ്യിലുള്ളൂ. അവരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഭക്ഷണം വാങ്ങണം. പക്ഷേ 50 രൂപയുടെ സാധനം കയ്യിലുള്ളൂ. ഇതാണ് ബദൽ. ഈ ബദലിനെ ക്രിസ്തു സന്നിധിയിൽ കൊടുക്കുമ്പോൾ ക്രിസ്തു എന്ത് ചെയ്യുകയാണ്? നമ്മളെല്ലാ ഭാഗത്തെ കഴിയുന്ന പോലെ ക്രിസ്തു അപ്പം എടുത്തു, വാഴ്ത്തി, നുറുക്കി അവർക്ക് കൊടുത്തു. അവർ 100-100ആയി, 50-50ആയി, 10-10ആയി എല്ലാവരും തിന്ന് തൃപ്തരായി. അവരെന്ത് ചെയ്യാണ്? ശേഷിച്ചത് 12 കുട്ട നിറച്ചെടുത്ത് 12 ശിഷ്യന്മാരെ തലയിൽ പിടിച്ചു കൊടുത്തു. അല്ലെ, 12 ശിഷ്യന്മാരിൽ നിന്ന് തൃപ്തരാകുന്നതിന്. കാരണം ഈ വിളമ്പ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, വിളമ്പുന്നവർക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട്. ഏകദേശം ഇങ്ങനെ വിളമ്പി വരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുമോ, നമുക്ക് നല്ല പീസ് കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ടാകും. ഈ ശിഷ്യന്മാരുടെ തലയ്ക്ക് പിടിച്ചു കൊടുത്തു ഓരോ കുട്ട എല്ലാത്തിനും 12
ചെറിയ ബദൽ അതിനെ അനുഗ്രഹമാക്കി നൽകുന്ന ഒരു കർത്താവാണ്. 10 ലക്ഷം രൂപയെങ്കിലും ഭക്ഷണം വാങ്ങേണ്ട സ്ഥലത്ത് 50 രൂപയുടെ ഭക്ഷണത്തെ അനുഗ്രഹമാക്കി തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ്, വിമോചനവും സംതൃപ്തിയും നൽകുന്ന ഒരു കർത്താവിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഉയരാനും വളരാനും വിമോചനത്തിനും തൃപ്തിക്കുമുള്ള വിഭവം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനെ കണ്ടെത്തി നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതിനെ ക്രിസ്തുവിൽ സമർപ്പിക്കാനും അതിനെ പങ്കുവയ്ക്കാനും ആ ബാലകനെ അവന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നാണ്. അവനതിനെ അടച്ചുപൂട്ടി വെച്ചില്ല, അവനതിനെ ഒളിച്ചു വെച്ചില്ല, മറിച്ച് അവനുള്ള അല്പമായതിനെ അത് സമർപ്പിക്കുവാൻ തയ്യാറായി. സങ്കീർത്തനം 119 നമ്മൾ പഠിക്കുമ്പോഴും എല്ലാം ഈ വേദോത്സവം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവിന്റെ 3 വിധ ശുശ്രൂഷകളാണുള്ളത്: പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. എന്താണ്? ഉപദേശിക്കുക, പഠിപ്പിക്കുക, സൗഖ്യമാക്കുക. ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ക്രിസ്തുവിന്റെ സ്വഭാവമായിരുന്നു. ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് വിമോചിപ്പിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. വിമോചിപ്പിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. അർത്ഥിക്കുന്നവന് വിദ്യ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്നവനാണ് അധ്യാപകൻ. ക്രിസ്തു എന്നുള്ളത് ശ്രേഷ്ഠ ഗുരുവാണ്. ക്രിസ്തു തന്റെ അടുക്കൽ വരുന്നവരെ വിമോചിപ്പിക്കുകയും തൃപ്തരാക്കുകയും ശിഷ്യരാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സംശയമില്ല. ഇവിടെ ക്രിസ്തു ചോദിക്കുന്നത് എന്ത് ബദൽ നിനക്ക് നൽകാനുണ്ട്? നിന്റെ പക്കൽ എന്തുണ്ട്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. അപ്പോൾ വെറുതെ ഇരിക്കുക അല്ല കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, നമ്മളെയും നമ്മുടെ ആവശ്യങ്ങളെയും ക്രിസ്തു സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ബലഹീനതകളെ അറിയുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും തൃപ്തരാക്കുകയും വിമോചിപ്പിക്കുകയും നമ്മളെ നിറയ്ക്കുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. അപ്രകാരം തൃപ്തിയുടെയും പുതിയ അറിവുകൾ തേടിയുള്ള അനുഗ്രഹത്തിന്റെയും വാഹകരായി മാറുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ശക്തിയിരിക്കുമാറാകട്ടെ. 512 ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിരുന്ന് കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നതിന് 512 പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടുത്തെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള
എല്ലാ കഴിവുകളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്ത് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പുതിയ പുതിയ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ഒരുങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നവരുടെ ഓർത്ത് സ്തോത്രം 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 ചെയ്ത് ഹല്ലേലൂയ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അവർ നൽകിയ ഈ അനുഗ്രഹീത കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കൃപയോടും അനുഗ്രഹത്തോടും ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് ശ്രേഷ്ഠ ഗുരുവാണല്ലോ. ഞങ്ങളുടെ പക്കൽ ഉള്ളതിനെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് സമൃദ്ധമാക്കി തൃപ്തിയാക്കി നൽകുന്ന ഒരു കർത്താവാണല്ലോ. ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങളുടെ വ്യാകുലതകളെയും ഞങ്ങളുടെ ബലഹീനതകളെയും തിരിച്ചറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കർത്താവാണെന്നല്ലോ അവിടുന്ന്. ദൈവമായ കർത്താവെ, ആശങ്കകളെ അവിടുന്ന് മാറ്റണമേ, ഭാരങ്ങളെ അവിടുന്ന് മാറ്റണമേ, രോഗങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കണമേ, കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ, ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവികമായ ജ്ഞാനം എല്ലാ ഹൃദയങ്ങളിലും നൽകണമേ. തിരിച്ചറിവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സംതൃപ്തിയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അനുഗ്രഹത്തോടെ ഞങ്ങൾ അയക്കണമേ. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ആഴ്ച കൊണ്ടത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ദോഷങ്ങളെന്നെല്ലാം വിടുവിക്കണമേ. യാത്രകളെ, ഉപജീവന മാർഗങ്ങളെ, കുടുംബജീവിതങ്ങളെ, അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. വീണ്ടും അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ നന്മകളും അവിടുന്ന് ബലപ്പെടുത്തുകയും കാലാവസ്ഥയെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യണമേ. അവിടുത്തെ കൃപയാ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണം. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തിജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകലം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നന്മകളും നിങ്ങളെല്ലാവരും നാം ചോദിച്ച എല്ലാ കാര്യങ്ങളോടും എപ്പോഴും കൂടി ഉണ്ടായിരിക്കട്ടെ. ഒന്നുമില്ലല്ലേ?